രാജീവണ്ണ പാല്. എടാ സുഖേ, നിന്റെ പാല് മൊത്തം വെള്ളമാണെന്നാണല്ലോടാ നാട്ടുകാർ പറയുന്നത്, ശരിയാണോടാ? ഇല്ലണ്ണ, പാലിലൊന്നും വെള്ളമില്ലണ്ണ, നല്ല പാലണ്ണ. രായണ്ണ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവണ്ണ. നമ്മുടെ സുഖം ഇവിടെ നിൽക്കില്ല, നമുക്ക് കാശ് കൊടുത്തോളണം. എന്റെ കാശൊന്നും ഇല്ലല്ലോ തങ്കപ്പെണ്ണ. അത് സാരമില്ലടാ, രാജീവിന്റെ പാലും രാജീവ് അങ്ങ് പിടിച്ചോളും. രാജീവേ, 2 സ്ട്രോങ് കഴിഞ്ഞിടും. 2 ഏത്തക്കാപ്പ് കൂടെ താടേ. അത് ശരിയായിരുന്നു. എടാ സുഖേ, നീ വിശേഷമല്ല അറിഞ്ഞായിരുന്നോ? എന്തുവാണ്ണ? രായണ്ണ സുഖുവിന്റെ അടുത്ത് കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഓ, അവൻ എപ്പോഴാ ഇതിനൊക്കെ സമയം? ശരിയാ. ആ, എന്താണ് കാര്യം? എന്താണ് പറയണ്ണ? എടാ, രായണന്റെ മോൻ സൂരജിന്റെ കല്യാണോടെ അടുത്ത മാസം, അതിന്റെ കാര്യം ചോദിച്ചതാ. അടിപൊളി. എപ്പോഴാണ് കല്യാണം? സൂര്യന്റെ കല്യാണം വേണ? എപ്പോഴാണ് കല്യാണം? പറയണ്ണ. അടുത്ത മാസം. ഓ, എവിടുന്നാണ് കല്യാണം? എവിടുന്നാണ് പെണ്ണ്? പറയണ്ണ. അതൊന്നും പറയാറായിട്ടില്ലടാ. കുറച്ചാള് ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ എന്തെല്ലാം വിശേഷങ്ങളാ നമ്മുടെ നാട്ടില്, അല്ലേണ്ണ? അതെ അതെ, നമ്മുടെ സൂര്യന്റെ കല്യാണം നമുക്ക് ആഴ്ച പൊളിക്കണം അല്ലേ വേണ? അല്ല ശിവണ്ണ, ഏതമ്പലത്തിൽ വെച്ചാ കല്യാണം? എത്രയാണ് സ്ത്രീധനമൊക്കെ? കല്യാണമൊപ്പം പറയാം, നീ കൂടുതലൊന്നും അറിയണ്ട. കല്യാണത്തിന്റെ അന്നേ നീ പെണ്ണുമ്പിള്ളയും വിളിച്ചോണ്ട് വന്ന് വല്ലതും തിന്നോണം, പൊക്കോണം. നീ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. സ്ത്രീധനം എത്രയാണെന്ന് അതൊക്കെ ചോദിക്കാൻ നീ ആരുടെ പൊട്ട? ഓ, നീ പാല് കൊടുക്കാൻ വന്നാണെങ്കിൽ പാലും കൊടുത്തിട്ട് നീ പുറ്റോണം. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും നീ ഇടപെടരുത് തങ്കപ്പ. ഇതുപോലുള്ള അലവലാദികളോടാണോ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ പറയുന്നത്? അതിയണ്ണ. അണ്ണാ, ഞാൻ വെറുതെ ചോദിച്ചണ്ണ. എടാ സൂ, നീ പോ. എന്നാ നിന്റെ പാലും മാത്രം. എടാ രായണ്ണ, എല്ലാ കാര്യത്തിനും അവനെ കൂട്ടിയിട്ട് നല്ല കാര്യം വന്നപ്പോൾ നിങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. കൊള്ളാം. നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? നമ്മുടെ ചില ആവശ്യങ്ങൾക്കൊക്കെ അവനെ കൂടെ കൂട്ടും. അതിനവന് കാശുപത്രവും കൊടുക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ച് നമ്മുടെ വീട്ടിലോ നല്ല വിശേഷം നടക്കും, അത് മോന്റെ കല്യാണ കാര്യമൊക്കെ അവൻ്റെ കൂടെ പറയേണ്ട കാര്യമുണ്ടോ? കിളി പോയവൻ. അതുമല്ല, അവരൊരു നല്ല കുടുംബത്തിൽ നിന്ന് കയറാൻ പോകുന്ന സമയത്തെ അതല്ലേലും അങ്ങനെ തന്നെ ആണല്ലോ. പണി കഴിയുമ്പോൾ പണിക്കാരൻ പുറത്ത്.